ഹലോ, അസ്സലാമു അലൈക്കും. ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു എസ്ആർ ഡ്രീംസ്. എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്കും ഇവിടെ സുഖമായിരിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ലിവർ ഫ്രൈൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്കൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാനൊരു 1/2 കിലോ ലിവറാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കൊന്ന് കട്ട് ചെയ്യാം. ലിവർ കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ബീഫിനെക്കാട്ടിയും കുറച്ച് വലുതാക്കിയിട്ട് കട്ട് ചെയ്യണം. നമ്മൾ ബീഫ് ഫ്രൈ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ചെറുതാക്കിയിട്ടാണ് കട്ട് ചെയ്യൽ. ഇത് കുറച്ചും കൂടി അതിനെക്കാട്ടിയും കുറച്ചും കൂടി വലുതാക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്യണം. എന്താ വെച്ചാൽ ഇത് നന്നായി കുക്കായി വരുമ്പോൾ നന്നായിട്ട് ചെറുതായി പോവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും ഞാൻ മുഴുവനായിട്ടൊന്ന് കട്ട് ചെയ്യട്ടെ. ഇതാ ഈ ഒരു വലുപ്പത്തിലാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് മുഴുവനായിട്ടും കട്ട് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഇത് ഞാൻ മുഴുവനായിട്ടും കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്യാം. നല്ലതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. 2-3 പ്രാവശ്യമൊക്കെ നല്ലതുപോലെ ക്ലീൻ ചെയ്യാം. എന്നിട്ട് ഈ ഒരു ലിവറിൻ്റെ സ്മെല്ല് പോവാനായിട്ട് നമ്മൾ ഇതിൽ സുർക്ക ഒഴിച്ചിട്ട് ഒരു 15 മിനിറ്റോളം വെക്കുന്നുണ്ട്. സുർക്ക ഇല്ലാത്തവർക്ക് ചെറുനാരങ്ങയുടെ നീര് ആഡ് ചെയ്യാവുന്നതാണ്. ലിവറിനെ ഉണ്ടാക്കുന്ന ടൈമിന് അധികം സ്മെല്ല് ഉണ്ടാവില്ല. ചിലവർക്ക് ഇതിൻ്റെ സ്മെല്ല് കാരണം കൊണ്ട് ഇത് കഴിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടാണ് ഈ ഒരു ടിപ്പ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ വിനാഗിരി ആഡ് ചെയ്തിട്ടുണ്ട്, സുർക്ക ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 15 മിനിറ്റോളം നമുക്ക് ഒന്ന് അടച്ചു വെക്കാം. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ചെറുനാരങ്ങയുടെ നീര് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഇനി ഞാനൊരു 15 മിനിറ്റ് അതേപോലെ അടച്ചു വെക്കുന്നുണ്ട്. എന്നതിന് ശേഷം നല്ല കഴുകി വൃത്തിയാക്കി ക്ലീനാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്ക് ചെയ്യാം. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 2.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ആഡ് ചെയ്യാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കടുക് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നീട് കുറച്ച് കറിവേപ്പില. നിങ്ങൾ ഫ്ലെയിം കൂട്ടി വെക്കരുത്, കറിവേപ്പില പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഒന്ന് ലോ ആക്കി വെച്ച് കൊടുക്കണം. ഇനി അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതേപോലെ തന്നെ കുരുമുളക് ചതച്ചതും കൂടിയിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. പേസ്റ്റ് ഇല്ല കേട്ടോ, ഞാൻ ചതച്ചിട്ടാണ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പേസ്റ്റ് ആഡ് ചെയ്താലും കുഴപ്പമില്ല. ഇനി അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. പിന്നീട് അതിലോട്ട് ഒരു 2 പച്ചമുളക് ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് പച്ചമുളക് ആഡ് ചെയ്യാവുന്നതാണ്. ഇത് വലിയ പച്ചമുളക് ആയ കാരണം കൊണ്ടാണ് ഞാൻ 2 എണ്ണം ആഡ് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഒരു 3 എണ്ണമൊക്കെ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ എരിവിനനുസരിച്ചിട്ട് ആഡ് ചെയ്യാം. പിന്നെ ഇതിലോട്ട് ഞാൻ ഒരു മീഡിയം സൈസിലുള്ള ഒരു സവാളയും പിന്നെ ഒരു 8 ചുവന്നുള്ളിയും എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ചുവന്നുള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ ചുവന്നുള്ളി തന്നെ കൂടുതലായിട്ട് ഉപയോഗിക്കുക. ചുവന്നുള്ളിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റായി വരുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ വാടി കിട്ടിക്കോളും.
അപ്പോൾ ഇതാ നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇതാ നല്ലതുപോലെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ലിവർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ മസാലപ്പൊടികളൊന്നും ആഡ് ചെയ്തിട്ടില്ല. നമ്മളിത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷമാണ് മസാലപ്പൊടികൾ ആഡ് ചെയ്യുന്നത്. ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടി, ടേബിൾ സ്പൂണോളം മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ലിവറിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതാ അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ ആ ഉള്ളിയിലോട്ടുള്ള ഉപ്പ് മാത്രമാണ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി നമ്മൾ ലിവറിലേക്കുമുള്ള ഉപ്പാണ് ഞാനിപ്പോൾ ആഡ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് കുറച്ച് ചുടുവെള്ളം ഒഴിക്കണം. ഒരു 1/2 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. നിങ്ങൾ ചുടുവെള്ളം തന്നെ ഒഴിക്കുക കേട്ടോ. ഇനി ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി ആ ഒരു ലിവറിൻ്റെ ഒരു മസാല എല്ലാതും ആവണ വരെയാണ് അതിൻ്റെ ആ ഒരു വേവ് എന്ന് പറയുന്നത്. ഈ വെള്ളമൊക്കെ വറ്റുമ്പോഴത്തേനും ആ ലിവർ നന്നായി വെന്ത് വരും. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇത് കുറച്ച് വെള്ളം വറ്റിയിട്ടുണ്ട്. ഈ ഒരു ടൈമിന് നമുക്ക് കുറച്ച് മസാലപ്പൊടികളോടെയും ആഡ് ചെയ്യാനുണ്ട് കേട്ടോ. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും അതേപോലെ തന്നെ ഒരു 1/4 ടേബിൾ സ്പൂണോളം വലിയ ജീരകം ഉണ്ടല്ലോ, ഫെനൽ സീഡ്സ്, അതിൻ്റെ പൊടിയും ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതും കൂടിയും ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആ ഒരു എത്ര ഗ്രേവി വേണം വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ടൈമിന് നിങ്ങൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഞാൻ നല്ലോണം ഡ്രൈ ആക്കുന്നുണ്ട്. പിന്നെ ഇതാ കുറച്ച് ഗരം മസാലയും കൂടിയും ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. അതും കൂടിയും ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതാ ഏകദേശം ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഞാൻ ഒന്നും കൂടിയും ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നല്ലതുപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ആ ലിവറും ആ മസാല ഒക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ഇതിലോട്ട് കറിവേപ്പില ആഡ് ചെയ്യാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ, നമ്മൾ അടിപൊളിയായിട്ടുള്ള ലിവർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്തായാലും ഒരാൾക്കെങ്കിലും ഷെയർ ചെയ്യണേ പ്ലീസ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.